ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ന് 12 വർഷമായി. 12 വർഷം പൂർത്തിയായി. ഒരു വ്യാഴവട്ടം എന്ന് പറയും. വ്യാഴവട്ടം എന്നാൽ വ്യാഴം എന്ന ഗ്രഹം സൂര്യനെ ഒരു തവണ ചുറ്റാനെടുക്കുന്ന സമയമാണ്. അത് 12 വർഷമാണ്. അതുകൊണ്ട് വ്യാഴവട്ടം എന്ന് അതറിയപ്പെടുന്നു. ആ രീതിയിൽ അതിന് പ്രാധാന്യവും വന്നു. അങ്ങനെ ഒരു വ്യാഴവട്ടം പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി പൂർത്തിയാക്കിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ ഗുജറാത്ത് അടക്കം എടുത്തു കഴിഞ്ഞാൽ, ഗുജറാത്തിലാണ് ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി നിയമിതനാകുന്നത്. അത് 2001 ആ പീരീഡ് കൂടെ ചേർത്താൽ 25 വർഷം, 1/4 നൂറ്റാണ്ട് ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തികച്ചിരിക്കുന്നു. ഗുജറാത്തിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചത് ഗുജറാത്ത് BJPയിലെ ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ്. വഴക്ക് തീർക്കാനല്ല, അതിൽ ഒരു ആർക്കും പരാതിയില്ലാത്ത ഒരു ആൾ എന്നുള്ള നിലയ്ക്കാണ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം നിയുക്തനാകുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ചിട്ടില്ല. ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നേയില്ല. സംഘടനാ കാര്യങ്ങളിൽ മുഴുകിയാണ് മോദി എക്കാലവും ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രായോഗിക പരിജ്ഞാനം വളരെ കുറവായിരുന്നു. അദ്ദേഹം അധികാരമെടുത്ത ഉടനെ തന്നെ ഗോദ്ര ട്രെയിൻ തീവെപ്പുണ്ടായി. അതിനുശേഷം അനിയന്ത്രിതമായ കലാപങ്ങളുടെ സമയമായിരുന്നു. നിസ്സഹായനായിപ്പോയി മോദി. അഡ്മിനിസ്ട്രേഷനിൽ എവിടെ പിടിക്കണം, ആരോട് പറഞ്ഞാൽ എന്ത് നടക്കും എന്നൊന്നും പരിചയമില്ലാത്ത ആൾ. സഹായിക്കാൻ ആരുമുണ്ടായില്ല. കേന്ദ്രത്തിൽ അടൽ ബിഹാരി വാജ്പേയിയാണ് ഭരിക്കുന്നത്. അദ്വാനിയാണ് ആഭ്യന്തരമന്ത്രി. കാര്യമൊക്കെ ശരി. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം പ്രാഥമികമായിട്ട് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. മോദി ഫ്രാൻറ്റിക്കായിട്ട് മെസ്സേജ് കൊടുത്തു. മധ്യപ്രദേശിലും രാജസ്ഥാനിലും രണ്ടും കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ്. എനിക്ക് കുറേ പോലീസുകാരെ അയച്ചു തരണം വേഗം. അയൽവക്ക സംസ്ഥാനങ്ങളാണല്ലോ, പെട്ടെന്നൊന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു. 2 പേരും നിരസിച്ചു. ആരും നോക്കാനുണ്ടായില്ല. ഇന്ത്യൻ പട്ടാളത്തെ ലാൽകൃഷ്ണ അദ്വാനി ഇടപെട്ട് അയച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴത്തേക്കും 3 ദിവസം കഴിഞ്ഞിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, ജീവഹാനിയുണ്ടായി. അതിൻ്റെ എല്ലാം കുറ്റം നരേന്ദ്രമോദിയുടെ തലയിൽ വന്നു. എല്ലാം സഹിക്കേണ്ടി വന്നു. രഹസ്യമായിട്ട് നരേന്ദ്രമോദി പഞ്ചാബിൽ പോലീസ് മേധാവിയായിരുന്ന KPS ഗില്ലിനെ വിളിച്ചു. ഒന്ന് വന്ന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. കലാപം അമർച്ച ചെയ്യുന്നതിൽ പേരുകേട്ട ആളായിരുന്നു KPS ഗിൽ. ഇന്ന് അദ്ദേഹം ജീവനോടെയില്ല. KPS ഗിൽ പഞ്ചാബിൽ നിന്ന് രാത്രിക്ക് രാത്രി ഗുജറാത്തിൽ വന്നിട്ട് ചുമതല ഏറ്റെടുക്കുകയും പോലീസിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. കാരണം പട്ടാളം ചെയ്യാത്ത പല ജോലികളും പോലീസിന് ചെയ്യാൻ പറ്റും. പട്ടാളക്കാർക്ക് ഒരേ ഒരു ഭാഷയെ അറിയാവുള്ളൂ, തോക്കിൻ്റെ ഭാഷ. അത് സ്വന്തം നാട്ടുകാരുടെ നേർക്ക് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആ മുറി ഉണങ്ങാൻ എത്രയോ കാലമെടുക്കും. വെടിവെച്ചും കൊന്നും ചിലപ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് വരും. പക്ഷേ മോദി അത് ആഗ്രഹിച്ചില്ല. ഒരു അച്ചടക്കം കൊണ്ടുവരണം, ഒരു ഫ്ലാഗ് മാർച്ചൊക്കെ നടത്തിയിട്ട് ജനങ്ങളുടെ ഭീതി മാറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് പട്ടാളത്തെ ഉപയോഗിച്ചത്. ബാക്കി ജോലിയെല്ലാം പോലീസിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അങ്ങനെ ആ പ്രതിസന്ധി മറികടന്നു. മോദിക്കെതിരെ വ്യാപകമായ പ്രചരണങ്ങൾ ഭാരതമൊട്ടാകെ നടന്നു, ലോകമൊട്ടാകെ നടന്നു. പരമദുഷ്ടനാണ്, മുസ്ലിം വിരുദ്ധനാണ്. അതിന് മോദിയുടെ ചില പ്രസംഗങ്ങളിൽ ഉദാഹരണമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് മോദിയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. വേട്ടയാടുന്നതിൻ്റെ ഇടയ്ക്ക് പോലും രാജ്ദീപ് സർദേശായി എന്ന പത്രപ്രവർത്തകൻ അഹമ്മദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ ഗുജറാത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ
നരേന്ദ്രമോദി ആയിരിക്കും ജയിക്കുക എന്ന് പറഞ്ഞു. അത് എന്തോ ആ സമയത്ത് നാക്കിൽ ഗുളികൻ നിൽക്കുമ്പോഴോ മറ്റോ പറഞ്ഞതായിരിക്കാം. അടുത്ത തിരഞ്ഞെടുപ്പ് താമസിയാതെ തന്നെ ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു. അതിൽ നല്ല ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. മോദിയോട് വികസന കാര്യത്തിൽ മത്സരിക്കാൻ ആരുമില്ലാതെ പോയി. മോദി തിരുവനന്തപുരത്തിൽ വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, പുത്തരിക്കണ്ട മൈതാനിയിലായിരുന്നു. ഏറ്റവും മുമ്പത്തെ റോയിൽ താഴെ മണ്ണിൽ ഇരുന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്നത്. കുറേ കസേരയൊക്കെ ഇട്ടിരുന്നു, പക്ഷെ അതൊന്നും തികഞ്ഞില്ല. അപ്പോൾ കസേരയ്ക്ക് മുമ്പിലുള്ള മണ്ണിൽ ഇരുന്ന് ഞാനത് കേട്ടു. അദ്ദേഹം കേരള സർക്കാരിനെ വികസന കാര്യത്തിന് വെല്ലുവിളിച്ചു. മോദിയെ തിരുവനന്തപുരത്ത് കയറ്റുകയില്ല, മോദി ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമായിരുന്നു. പക്ഷേ ആ ബഹളത്തിൻ്റെ നടുക്കും മോദി ധൈര്യപൂർവ്വം തിരുവനന്തപുരത്ത് വന്നു, വെല്ലുവിളിച്ചിട്ട് പോയി. ആ വെല്ലുവിളി വികസന കാര്യത്തിലായിരുന്നു. ഈ ഹിന്ദു മുസ്ലിം ബഹളത്തിനൊക്കെ മുകളിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മോദി. പിന്നീട് 2014 പ്രധാനമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പും കുറേ കൺഫ്യൂഷനുണ്ടായി. BJPക്കുള്ളിൽ തന്നെ മോദി ഒരു പ്രൈം മിനിസ്റ്റർ മെറ്റീരിയൽ അല്ല എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ് ഭരിച്ചു എന്നുള്ളത് ഭാരതം മൊത്തം ഭരിക്കാനുള്ള യോഗ്യതയാവുന്നില്ലല്ലോ, എന്താവും? അത് മോദിയോടുള്ള വിരോധം കൊണ്ടല്ല, കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കണം എന്നാഗ്രഹിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള LK അദ്വാനിയെ തന്നെ നമുക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം. അന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ്. പ്രായമൊക്കെ മോദിയേക്കാൾ കൂടുതലാണെങ്കിലും പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി. അദ്ദേഹത്തിനും താല്പര്യമുണ്ടായിരുന്നു. 2004-ലും 2009-ലും അദ്വാനിയുടെ നേതൃത്വത്തിലാണ് BJP മത്സരിച്ചത്. പക്ഷേ 2 തെരഞ്ഞെടുപ്പിലും തോറ്റുപോയി. അതുകൊണ്ട് ഇനി പുതിയൊരാളെ തന്നെ രംഗത്തിറക്കണം എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം, അത് ശരിയാവില്ല എന്ന് കരുതുന്ന വേറൊരു വിഭാഗം. പ്രശ്നം RSSൻ്റെ കയ്യിലെത്തി. അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം നടന്നതാണ് എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ നടക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ കേട്ട കഥയാണ്. RSS അവരുടെ 4 സീനിയർ പ്രചാരകന്മാരെ ഗുജറാത്തിലേക്ക് വിടുന്നു. മോദിയുടെ പോപ്പുലാരിറ്റി അളക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ഇവരവിടെ പോയി സംസാരിക്കേണ്ടവരോടൊക്കെ സംസാരിച്ചു, പോകേണ്ടടുത്തൊക്കെ പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ച് ദില്ലിയിൽ വന്നിട്ട് RSSൽ റിപ്പോർട്ട് ചെയ്തു. അവരുടെ റിപ്പോർട്ട് പുരാണത്തിലെ ഒരു കഥയായിരുന്നു. അങ്കുഷ്ഠൻ എന്ന ഒരു രാക്ഷസനുണ്ട്. അങ്കുഷ്ഠൻ എന്ന് പറഞ്ഞാൽ അങ്കുഷ്ഠം തള്ളവിരലാണ്. തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഒരു രാക്ഷസൻ. ഈ രാക്ഷസനെ നിങ്ങൾ വെല്ലുവിളിക്കുകയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാളുടെ വലിപ്പം വർദ്ധിക്കും. അതാണ് അങ്കുഷ്ഠൻ്റെ പ്രത്യേകത. അപ്പോൾ ശ്രീകൃഷ്ണനും സഹോദരന്മാർക്ക് സാത്യകി, ബലരാമൻ, 2 സഹോദരന്മാർ, അവർക്ക് ചേർന്നിട്ടൊരു വയലുണ്ടായിരുന്നു. ആ വയലിന് രാത്രി കാവൽ കിടക്കാൻ ഇവർ പോകും, 3 പേരും കൂടെ. അപ്പോൾ രാത്രി 3ആയിട്ട് വിഭജിച്ചിട്ട് 2 പേര് ഉറങ്ങും, ഒരാൾ കാവലിരിക്കും. പിന്നെ അയാൾ ഉറങ്ങും, അടുത്ത ആൾ കാവലിരിക്കും, പിന്നെ 3ാമത്തെ ആൾ കാവലിരിക്കും. അപ്പോഴത്തേക്ക് നേരം വെളുക്കും. ഇതാണ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആദ്യം സാത്യകിയും ശ്രീകൃഷ്ണനും ഉറങ്ങി. ബലരാമൻ ഉണർന്നിരുന്നു. അങ്കുഷ്ഠൻ അവിടെ വന്നു. ബലരാമനോട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ താല്ലിപ്പൊളി, നീയൊക്കെ വലിയ ആളുകൾ ഇന്ന് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബലരാമനെ വെല്ലുവിളിച്ചു. ബലരാമന് ദേഷ്യം വന്നു. അങ്കുഷ്ഠനെ തല്ലാൻ പോയി. കുറേ ചീത്ത അങ്ങോട്ടും പറഞ്ഞു. അങ്കുഷ്ഠൻ വലുതായി. ചുരുക്കി പറഞ്ഞ് 2 പേരും കൂടെ ഉരുട്ടിപ്പിടുത്തമായി. ബലരാമൻ വിഷമിച്ചു. ബലരാമൻ കീഴടങ്ങി. അങ്കുഷ്ഠനോട് പറഞ്ഞു, നീ എന്നെ വിട്, എൻ്റെ ടൈം കഴിഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ സഹോദരൻ വരും, അവനുമായിട്ട് അയക്കോ എന്ന് പറഞ്ഞ് ബലരാമൻ അവശ്യ നിലയിൽ പോയി. പിന്നാലെ സാത്യകി വന്നു.
സാത്വികയും ഇതുപോലെ ചെയ്തു. അപ്പോഴത്തേക്ക് അങ്കുഷ്ടൻ വളരെ വലുതായി കഴിഞ്ഞു. സാത്വിക പറഞ്ഞു, എനിക്ക് പോകാറായി, അടുത്ത ആൾ വരും, അവനുമായിട്ട് നീ നോക്കിയാൽ മതി. ശ്രീകൃഷ്ണൻ വന്നു. ശ്രീകൃഷ്ണൻ വന്നു കഴിഞ്ഞപ്പോൾ അസാമാന്യ വലിപ്പത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു അങ്കുഷ്ടൻ. അങ്കുഷ്ടൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഓടക്കുഴലും അയച്ച് തെക്ക് വടക്ക് നടക്കുന്നോടാ നാണം കെട്ടവനെ, ആ തെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രകോപനം. ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല, ഒന്ന് പുഞ്ചിരിച്ചു. അങ്കുഷ്ടൻ ചെറുതായി. പിന്നെയും അങ്കുഷ്ടൻ വെല്ലുവിളിച്ചു, ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞു. ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നു. അങ്കുഷ്ടൻ ചെറുതായി വന്നു. ഒടുവിൽ തള്ളവിരലിൻ്റെ വലിപ്പത്തിൽ, തൻ്റെ ഒറിജിനൽ വലിപ്പത്തിലെത്തി അങ്കുഷ്ടൻ. അപ്പോഴത്തേക്ക് നേരം പരപര വെളുത്തിരുന്നു. ശ്രീകൃഷ്ണൻ അങ്കുഷ്ടനെ തൻ്റെ ഉത്തരീയത്തിൻ്റെ ഒരറ്റത്ത് കെട്ടി സഹോദരന്മാരുടെ അടുത്തേക്ക് പോയി. അപ്പോഴത്തേക്ക് അവരും ഉണർന്നു. ദാ ഇവനല്ലേ കുഴപ്പക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞത്? അതെ ഇവനിങ്ങനെ ചെറുതായി. അപ്പോൾ ശ്രീകൃഷ്ണൻ നടന്ന കാര്യം പറഞ്ഞു. അപ്പോൾ എതിർത്താൽ വലുതാകുന്ന ഒരു മനുഷ്യൻ, അതാണ് നരേന്ദ്രമോദി എന്നാണ് ഈ 4 പ്രചാരകന്മാർ ചേർന്ന് കൊടുത്ത റിപ്പോർട്ട്. ഈ കഥയിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത് ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോഴത്തെ അവസ്ഥയിൽ നരേന്ദ്രമോദിയെ ആരെതിർത്താലും ശരി, നരേന്ദ്രമോദിക്ക് വലിപ്പം കൂടും. ഇതാണ് കഥയുടെ സാരം. അല്ലാതെ നരേന്ദ്രമോദി രാക്ഷസനാണ് എന്നല്ല. അപ്പോൾ കാര്യം മനസ്സിലായ RSSും നരേന്ദ്രമോദിയെ പിന്തുണച്ചു. അങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി. ഇതാണ് ചുരുക്കത്തിൽ അന്ന് സംഭവിച്ചത്. നരേന്ദ്രമോദി അൺഅപ്പോസ്ഡായിട്ട് എലക്റ്റ് ചെയ്ത് വന്ന ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് അല്ല. പലരും ധരിക്കുന്ന പോലെ BJPയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, എല്ലാം ആരെങ്കിലും തീരുമാനിക്കും, അല്ലെങ്കിൽ RSS തീരുമാനിക്കും, അതെല്ലാവരും അനുസരിക്കും, അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം വാഗ്വാദം, തർക്കം, അഭിപ്രായ വ്യത്യാസം, ഇതെല്ലാം ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് അകത്തുണ്ട്. അത് പക്ഷേ പുറത്തു പോകാനും പുറത്തു നിന്ന് വെല്ലുവിളിക്കാനും ചീത്ത പറയാനും ഒന്നും പോകാത്ത രീതിയിലുള്ള അച്ചടക്കവും BJPക്കുണ്ട്. അതാണ് BJPയുടെ വിജയം. അടിമത്തം എന്നുള്ള അച്ചടക്കമല്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന അടിമത്തം ഉണ്ടായിരുന്നല്ല, അതിനെ അച്ചടക്കമെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല. BJPയിൽ അച്ചടക്കമുണ്ട്, സ്വാതന്ത്ര്യവുമുണ്ട്. അങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞ് ഒരു സാധാരണക്കാരനായ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ ഗ്യാസ് സിലിണ്ടർ ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് പോയിട്ട് എടുത്തുകൊണ്ട് വരികയായിരുന്നു. ഗ്യാസ് ഏജൻസി ഉണ്ടല്ലോ, അവിടെ പോയി കാത്തു നിൽക്കണം. ഒന്നുകിൽ ഞാൻ പോയി കാത്തു നിൽക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പോയി കാത്തു നിൽക്കുക. എല്ലാ ദിവസവും ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അവരെ അറിയിക്കണം. അപ്പോൾ ഗ്യാസ് തീരാറാകുമ്പോൾ തന്നെ അറിയിക്കും. അവർ ഇത്രാം തീയതി വരാൻ പറഞ്ഞ് നമ്മൾ കൂടെ ഫോൺ ചെയ്ത് അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ നാളെ വാ, 1166 നിങ്ങളുടെ നമ്പർ? അതെ. അപ്പം നാളെ വാ. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെല്ലൂ. ഒരു 9 മണിയാകുമ്പോൾ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വലിയ ലോറി വരും. അത് റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ ഗ്യാസ് ഏജൻസിയുടെ അടുത്തേക്ക് കയറ്റും. അതിലേക്ക് 2 പേര് കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ വലിച്ച് താഴെയിടും മണ്ണിലേക്ക്. അപ്പോൾ ആൾക്കാർ ചാടി വീണ് ഈ ഗ്യാസ് സിലിണ്ടർ എടുക്കണം. നമ്മൾ അടുത്ത ഗ്യാസ് സിലിണ്ടർ അവർ എറിയുന്നതിന് മുമ്പ് ഈ ഗ്യാസ് സിലിണ്ടർ വലിച്ച് മാറ്റി നമ്മൾ മാറിക്കൊടുക്കണം, അല്ലെങ്കിൽ അടുത്ത ഗ്യാസ് സിലിണ്ടർ നമ്മുടെ തലയിലായിരിക്കും വീഴുക. ഏതായാലും എറിയുന്ന ആൾക്കാർ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ, അല്ലാതെ ആരെങ്കിലും ചത്തുപോട്ടെ എന്ന് വിചാരിച്ചാൽ അവരും ചെയ്യാറൊന്നുമില്ല. ബട്ട് ഇതായിരുന്നു സ്ഥിതി. എന്നിട്ട് ആ ഗ്യാസ് സിലിണ്ടർ ഏജൻസിയുടെ വാതിക്കൽ വെച്ചിട്ട് രസീതുമൊക്കെ എഴുതി കാശും കൊടുത്തിട്ട് ഗ്യാസ് സിലിണ്ടർ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുവരണം. ഇതായിരുന്നു എൻ്റെ അനുഭവം 2014 നരേന്ദ്രമോദി വരുന്നത് വരെ. ഇദ്ദേഹം വന്നതിന് ശേഷം കുറച്ച് കാലം കൂടെ ഈ ഷോർട്ടേജ് തുടർന്നു. പിന്നീട് മെല്ലെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ അവർ കൊണ്ടുവന്ന് തരും എന്നുള്ള സ്ഥിതിയായി. പിന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3-ാം പക്കം, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഒക്കെ സിലിണ്ടർ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ സിലിണ്ടറിന് യാതൊരു ക്ഷാമവുമില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഗ്യാസ് സിലിണ്ടറിന്
19 രൂപ കൂടി എന്ന് പറഞ്ഞിട്ട് ടി വിയിൽ കാണിച്ചു. ടി വിക്കാർ ചെറിയൊരു ക്യാമ്പയിനൊക്കെ നടത്തി നോക്കി. നമ്മുടെ ടി വിക്കാരാണല്ല, ഏതൊക്കെയോ വീട്ടമ്മമാരെ പോയി കണ്ടിട്ട് വലിയ വിഷമമാണല്ലേ എന്ന് ചോദിച്ചു. അതിനുത്തരം വലിയ വിഷമമാണ് എന്ന് പറയണമെന്ന് നേരത്തെ ആ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മട്ടിൽ അമ്മ തലകുലുക്കുകയും ആ എന്ന് ദുർബലമായിട്ട് പറയുകയും ചെയ്തു. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് സ്പെഷ്യലൊന്നുമില്ലേ? ഇല്ല, ഇന്ന് സ്പെഷ്യലൊന്നുമില്ല, ചോറും മോരും ഒരു മെഴുക്ക് പുരട്ടിയോ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ നമ്മളോടായിട്ട് പറയുന്നു, കണ്ടോ ഞായറാഴ്ചയായിട്ട് ചിക്കനൊക്കെ വയ്ക്കേണ്ട വീടാണ്, എങ്ങനെ ഇരിക്കും നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. വാസ്തവത്തിൽ അവരെന്തോ ഞായറാഴ്ച അന്ന് ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു കാണും. ഞായറാഴ്ച വിശ്രമിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. ഞായറാഴ്ച ഒന്നും വയ്ക്കാത്ത വീടുകളുണ്ട്, പുറത്തുനിന്ന് കഴിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തും. സൊമാറ്റോ, സ്വിഗ്ഗി, നാട്ടിലെല്ലാം ഇതല്ലേ, ഹോം ഡെലിവറി ഉള്ള ഹോട്ടലുകളാണ്. ഹോട്ടലിൽ നേരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ഇങ്ങനെയൊക്കെയാണ് ജീവിതം. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിലെ ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലും നാളിതുവരെ ഒരു ഗ്യാസ് ഷോർട്ടേജ് ഉണ്ടായില്ല. സത്യമല്ലേ? കുക്കിംഗ് ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടായില്ല. വില കൂടി, 19 രൂപ കൂടി. ഞാൻ നിങ്ങളോട് പറയാം, ഇനിയും അത് കൂടും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചുകൂടെ കൂടും. പെട്രോളിന് ഒരു 120 രൂപ വരെ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇല്ലാത്ത സാധനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഇപ്പോൾ രാഹുൽ ഗാന്ധി നാളെ പ്രൈം മിനിസ്റ്റർ ആക്കുമെന്ന് വെച്ചു. നാളെ രാവിലെ മോദി പറയുന്നു, മോനെ നീ കയറിയിരുന്നോ, ഭരിച്ചോ, ഞാൻ ദേ മാറിത്തരാം എന്ന് പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ സൊല്യൂഷൻ എന്താ ഇതിന്? ഒരു സൊല്യൂഷനുമില്ല. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ബോംബ് വെച്ചിരിക്കുന്നു, മൈൻസ് വെച്ചിരിക്കുന്നു, അവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഞാനിത് അന്വേഷിച്ചു, നിങ്ങൾക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ AI വഴിക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ. ഇന്നലെ പെട്രോളിയം മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി ടി വിയിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, നേരത്തെ നമ്മൾ 21 രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിലും ഗ്യാസും ഒക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 47 രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിലും ഗ്യാസും ഇറക്കുമതി ചെയ്തത്. 21 നിന്ന് 47 ഇത് ഇത്ര പെട്ടെന്ന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ നരേന്ദ്രമോദി നാടായ നാടെല്ലാം ചുറ്റി എല്ലാവരും വിമർശിച്ചു. നിങ്ങൾ ഈ ചുമ്മാ ഇങ്ങനെ ഫോറിൻ ട്രിപ്പ് അടിക്കുന്നത് എന്തിനാണ്, അതാണ് ഇതാണ്, ഗ്യാസിൻ്റെ കൺസംഷൻ കുറയ്ക്കണം, സൂക്ഷിക്കണം, പെട്രോളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പ്രസംഗിച്ചിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി ഇറ്റലിയിലേക്ക് കടന്നു കളഞ്ഞു പ്രധാനമന്ത്രി. ഇതെന്ത് പരിപാടി? ഈ മനുഷ്യനിങ്ങനെ ഓടി നടന്ന് ചെറിയ ചെറിയ രാജ്യങ്ങളിൽ വരെ കരാറുണ്ടാക്കി. ബുർക്കിനോ ഫാസോ അങ്ങനെയൊക്കെയുള്ള ചെറിയ രാജ്യങ്ങളുമായിട്ടൊക്കെ കരാറുണ്ടാക്കി. അവിടെ നിന്നെല്ലാം എണ്ണയും ഗ്യാസും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്നത്. അവർക്കാകെ ഒരു 10 ടാങ്കർ ക്രൂഡേ തരാനുള്ളൂ. മതി, 10എങ്കിൽ 10 ചേട്ടൻ അയക്കുക. കാരണം നേരത്തെ നമ്മൾ തമ്മിൽ ഒരു വ്യാപാര കരാറുണ്ടാക്കിയിട്ടുണ്ട്, ഇത്ര വിലയ്ക്ക് തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് വേണ്ട എല്ലാ ക്വാണ്ടിറ്റിയും തരാൻ അവരുടെ കയ്യിലില്ല, പക്ഷേ ഉള്ളത് അവർ തരുന്നു. നമ്മളത് വാങ്ങുന്നു എന്ന് മാത്രമല്ല, ശ്രീലങ്കയ്ക്ക് കൊടുക്കുന്നത് നമ്മളാണ്, ബംഗ്ലാദേശിന് കൊടുക്കുന്നത് നമ്മളാണ്. കാര്യം ബംഗ്ലാദേശ് നുഴഞ്ഞ കയറ്റം പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ജീവിക്കണ്ടേ? മിനിമം 50,000 ലിറ്റർ ഡീസൽ, ക്രൂഡ് ഓയിലല്ല, 50,000 ലിറ്റർ ഡീസൽ, ഫിനിഷ് ഡീസൽ, നേരെ വണ്ടിക്കടിക്കാവുന്ന ഡീസൽ കഴിഞ്ഞ മാസം നമ്മളൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കി ബംഗ്ലാദേശിലേക്ക് കടൽ വഴി കയറ്റി അയച്ചു. കഷ്ടിച്ച് അവരുടെ കാര്യം നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മളെ കാര്യം മാത്രമല്ല, ഈ ബംഗ്ലാദേശ്, ബർമ്മ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇവർക്കൊക്കെ വലിയ ടാങ്കറിൽ എണ്ണ വാങ്ങാനുള്ള കാശില്ല അവരുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യും? വലിയ രാജ്യമായ ഭാരതത്തെ അവരാശ്രയിക്കും. ചേട്ടൻ മേടിക്കുമ്പോൾ കുറച്ച് എനിക്കും കൂടെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. വലിയ പണക്കാരൻ ഒരു ചാക്ക് അരി മേടിക്കുമ്പോൾ അയലോക്കത്തെ അമ്മച്ചി പറയും, 1 കിലോ അരി എനിക്കും വേണ്ടി മാറ്റി വെച്ചേക്കണേ മോനെ. ആ ശരി അമ്മച്ചി. 1 കിലോ, ഒരു ചാക്കിൽ നിന്ന് 1 കിലോ അവർക്കും കൊടുക്കും, അവരും ജീവിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ഈ നരേന്ദ്രമോദി എന്ന മനുഷ്യൻ്റെ
വിശാല മനസ്സിനെയാണ് കാണിക്കുന്നത്. സ്വന്തം നാട് മാത്രമല്ല, ചുറ്റുമുള്ളവരും പട്ടിണി കിടക്കരുത്. സംഗതി വഴക്ക്, ബഹളം, കച്ചറ അതൊക്കെ ഉള്ളപ്പോൾ പോലും ഭക്ഷണം, ഫ്യുവൽ, എനർജി ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമാണല്ലോ. പക്ഷേ ഈ സൗജന്യം പാകിസ്ഥാനില്ല കേട്ടോ. പാകിസ്ഥാനില്ല. ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞിട്ട് സിന്ധു നദി ജലക്കരാറുണ്ടായിരുന്നു. മോദി അതങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ ഇൻ്റർനാഷണൽ പ്രഷർ കൊണ്ടുപോവാ അപ്പം നോക്കാമെന്ന് പറഞ്ഞു. വെള്ളം കൊടുക്കുന്നില്ല പാകിസ്ഥാന്. പാകിസ്ഥാനിൽ വലിയ ബഹളം നടക്കുകയാണ് ഇപ്പോൾ, അറിയാമല്ലോ. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അവിടെ വലിയ വിപ്ലവം, വെടിവെപ്പ്, ആസിം മുനീറിനെതിരെയുള്ള പ്രകടനം, 50 പേര് മരിച്ചു, 500 പേർക്ക് പരിക്ക് പറ്റി. ഞാൻ ഈ സംസാരിക്കുമ്പോൾ അവിടുത്തെ സ്ഥിതിയാണ്. വലിയ വിപ്ലവം നടക്കുകയാണ്. POKക്കാരുടെ ഉള്ളിൽ ഭാരതത്തിലേക്ക് ലയിക്കണം എന്നുള്ള ആശയമാണ്. ഭാരതം ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുന്നു. ഇത്രയും കുഴപ്പക്കാരുമായിട്ട് ഈ പ്രദേശം ഭാരതത്തിലേക്ക് ലയിപ്പിച്ചാൽ എന്താവും സ്ഥിതി? ഭാരതത്തിനുള്ളിൽ POK നമ്മൾ ആക്രമിക്കാതെയോ കയ്യിലെടുക്കണമെന്നും വേണ്ടെന്നുമുള്ള അഭിപ്രായം ഇപ്പോഴും ഉണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ ഈ രണ്ടഭിപ്രായമുള്ളവരുണ്ട്. അതവസാനം ഇപ്പോഴത്തെ ലക്ഷണം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അതിങ്ങോട്ട് എടുക്കാം എന്നാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. എന്തുവായിക്കോട്ടെ, ഞാനതിനെ ചൊല്ലി ഒരു സ്പെക്കുലേഷൻ മുതിരുന്നില്ല. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ന് ഐ ആം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇന്ത്യ എന്നുള്ള രാജ്യമുണ്ടെന്നറിയാം, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഉണ്ടെന്നറിയാം. ഇവരാളുകൾ ചില്ലറയല്ല എന്നറിയാം. ഇത്രയും വന്നപ്പോൾ തന്നെ ഫോറിനിൽ പോയ നമ്മുടെ ആൾക്കാരോട് നിങ്ങൾ സംസാരിച്ച് നോക്കുക. അതിൽ മോദി വിരോധികളും ഉണ്ടാകും കേട്ടോ. പക്ഷേ അവർ ഈ കാര്യം പറയും, എടാ പുറത്ത് 10 പേര് അറിഞ്ഞാലൊരു വിലയുള്ളത് ഇയാൾ വന്നതിന് ശേഷമാണ്. ആൾ മഹാദുഷ്ടനാണ്, മുസ്ലിങ്ങളെ കൊല്ലുന്നവനാണ്, കാര്യമൊക്കെ ശരി. പക്ഷേ ഈ സംഗതി സമ്മതിക്കാതെ തരമില്ല എന്ന് പറയും. ഈ മുസ്ലിങ്ങളെ കൊന്നു പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരെ എപ്പോൾ കൊന്നു എന്നാണ്. ഈ മനുഷ്യനെ പോലെ കുരിശ് ചുവന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കൂ, 2002 മുതലുള്ള കേസ് സുപ്രീം കോടതി വരെ 2 തവണ പോയി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇത് ഈ പിണറായി വിജയൻ്റെ അടുത്ത് ED വന്നു കഴിഞ്ഞപ്പോൾ കല്ല് വെച്ചിടിച്ച് കാറൊക്കെ തല്ലി പൊട്ടിച്ചില്ലേ? ഇതൊന്നും മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ചെയ്തില്ല. അദ്ദേഹത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിപ്പിച്ചു, CBI വിളിപ്പിച്ചു. 5-6 മണിക്കൂർ അവരുടെ മുമ്പിലിരുന്ന് മൊഴി കൊടുത്തു. ആ കേസ് ഫൈനലി സുപ്രീം കോടതി റദ്ദാക്കുന്നത് 2022-ലാണ്. അതായത് 20 വർഷം ആ മനുഷ്യൻ തീ തിന്നുകൊണ്ടിരുന്നു. ഒരുത്തനോടും പരാതി പറയാതെ, ആരോടും ഒരു ബഹളവും വയ്ക്കാതെ. ആ ജഡ്ജി എനിക്കെതിരാണ്, ഈ ജഡ്ജി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഒന്നും പറഞ്ഞില്ല. കേസ് കേൾക്കുന്ന ജഡ്ജി ഏതാണോ അദ്ദേഹത്തിൻ്റെ വിധി എന്താണോ അത് നോക്കി അപ്പീൽ കൊടുത്തു, വീണ്ടും അപ്പീൽ കൊടുത്തു. അപ്പോൾ SITയുടെ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞു. അത് കീഴ്ക്കോടതി മുതൽ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി. ഒക്കെ കഴിഞ്ഞ് സുപ്രീം കോടതി വിധി വന്നു. ഈ മനുഷ്യന് ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഗൂഢാലോചനയാണ് ഗുജറാത്തിൽ കലാപത്തിൻ്റെ കാരണം എന്നുള്ളതാണ് ബേസിക് കേസ്. ഇദ്ദേഹത്തിന് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലങ്ങളും ഒക്കെ സമർപ്പിച്ചതിന് കേസും കൊണ്ട് നടന്ന ടീസ്റ്റ സെതൽവാദിനെ എതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവായി. ഇപ്പോൾ ആ പെണ്ണുമുള്ള ആ കേസിൻ്റെ പുറകെ തൂങ്ങി നടക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദി. ഭൂമിയോളം ക്ഷമിക്കുന്നവൻ, പക്ഷേ രാജ്യത്തിന് വേണ്ടി അല്പം പോലും ക്ഷമിക്കാത്തവൻ. 2047 അദ്ദേഹം ജീവിച്ചിരിക്കുമോ എന്ന് സംശയമാണ്. സാധ്യത കുറവാണ് അല്ലേ? 2047 എന്ന് പറയുമ്പോൾ എത്ര വർഷം? അപ്പോൾ എന്നിട്ട് പോലും 2047 ഭാരതം എങ്ങനെയിരിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന പ്രധാനമന്ത്രി സാധാരണഗതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. എല്ലാ പ്രധാനമന്ത്രിമാരും രാഷ്ട്രീയക്കാരാണ് ഇല്ലേ? എല്ലാ മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയക്കാരാണ്. ഇവരൊക്കെ ചെയ്യുന്നത് 5 വർഷത്തേക്ക്, എൻ്റെ ഭരണകാലത്ത് കുഴപ്പമൊന്നുമില്ലാതെ അടുത്ത ഭരണം കിട്ടണം, അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ 5 കൊല്ലം എന്ത് ചെയ്യണമെന്ന് അപ്പം നോക്കാം. മൂവാറ്റുപുഴ 6 കടക്കാനായിട്ട് തൊടുപുഴ വെച്ചേ മുണ്ട് ചരച്ച് കയറ്റണ്ടല്ലോ എന്നുള്ള ന്യായവും പറയും. മോദി അത് പറയുന്നില്ല.
മോദി 2047 ലക്ഷ്യം വെച്ച് പ്ലാൻ ഉണ്ടാക്കുന്നു. 2047 ആരായിരിക്കും പ്രധാനമന്ത്രി? ആരായാലും ശരി, എൻ്റെ ഭാരതം, എൻ്റെ നാട്, അത് പുരോഗതിയിലേക്ക് പോകണം. ഞാൻ 2047 ഉണ്ടാവില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഒരുപക്ഷെ BJP ആയിരിക്കില്ല ഭരണത്തിൽ, വേറെ ആരെങ്കിലും ആയിരിക്കും. ആയിക്കോട്ടെ, ആര് വരട്ടെ പോകട്ടെ, പ്രധാനമന്ത്രി വരും പോകും, രാഷ്ട്രീയ പാർട്ടികൾ വരും പോകും. ഭാരതം നിലനിൽക്കണം. അത് വിശ്വഗുരു ആയിരിക്കുകയും വേണം. അങ്ങോട്ടുള്ള പ്രയാണം അനുസ്യൂതമായിരിക്കണം, അഭംഗുരമായിരിക്കണം. ആ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മൂക്കിപ്പനി വന്നിട്ട് ഇദ്ദേഹം ഓഫീസിൽ വന്നില്ല. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ 2 ദിവസത്തെ വിശ്രമം പ്രധാനമന്ത്രിക്ക് വേണമെന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹം വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ ആശുപത്രിയിലാണ്. ഇങ്ങനൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1/4 നൂറ്റാണ്ടായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 25 വർഷം പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, എത്ര പനി, എത്ര തലവേദന, ജലദോഷം, നടുവേദന, അത് ഇത് അപകടം, എന്തൊക്കെയായിട്ട് നമ്മൾ ആബ്സെൻ്റായി പോയിട്ടുണ്ട്, സ്വന്തം ഡ്യൂട്ടി ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട്. പക്ഷേ ഈ മനുഷ്യന് ഇതൊന്നും പലപ്പോഴും ഒരു ദൈവികമായ അനുഗ്രഹമായിരിക്കാം. ഏതായാലും ഭാരതത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി. ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.